ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച, എല്ലാ കൂട്ടുകാർക്കും ഒരു ഹാപ്പി ഫ്രൈഡേ. ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത്, പ്രധാനമായിട്ടും നമ്മുടെ വീഡിയോയിൽ മറ്റന്നാള് മോൻ വരുന്നതിൻ്റെ ചില വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. മോന് ഇന്നിപ്പോൾ വെള്ളി, ശനി, ഞായർ, അതായത് 8-ാം തീയതി മോൻ സൈനിക സ്കൂളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. ഏകദേശം ഒരു മാസത്തോളം കാണുമെന്ന് തോന്നുന്നു. എനിക്കൊന്നൊരു ഒരു മാസം ഇല്ല, ഒരു 10-24 ദിവസം, എന്തായാലും ഒരു മാസം ഒന്ന് കണക്ക് കൂട്ടാം. ഒരു മാസത്തോളം നമ്മുടെ കൂടെ തന്നെ കാണും. അപ്പോൾ അവൻ വരുന്നതിൻ്റെ ചില തയ്യാറെടുപ്പുകൾ നമ്മൾ തുടങ്ങിയേ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. നമുക്ക് ഇവിടെ വീട്ടിൽ 2 ബെഡ്റൂമേ ഉള്ളൂ. നമ്മുടെ വീട് ഞാൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. നമുക്ക് ഒന്ന് ഇവിടെ കണ്ടില്ലേ, ഇതായിരുന്നു മോൻ്റെ റൂം. കണ്ട, ഇത് മോൻ്റെ റൂം. പിന്നെ ഇത് ഞങ്ങളുടെ ബെഡ്റൂം. അപ്പോൾ ഇവിടെ ആകെ 2 ബെഡ്റൂമേ ഉള്ളൂ. കണ്ട. അപ്പോൾ ഒരു ചെറിയ വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വയ്യാതായപ്പം അവരിഞ്ഞ് പോന്നു. അപ്പോൾ ഇപ്പോൾ അവന് കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ അവന് കിടക്കാനുള്ള സ്ഥലം അറേഞ്ച് ചെയ്യണം. ഇത് കൂടാതെ നമുക്കൊരു ഓഫീസ് റൂം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. അത് എൻ്റെ പേഴ്സണൽ റൂമാണ്, ഓഫീസ് റൂം. കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഓഫീസ് റൂം. അപ്പോൾ ഇവിടെ ഇതേ ഞാൻ ഇന്നലെ എല്ലാം റെഡിയാക്കി വെച്ചതാണ്. നാളെ ഇന്നിപ്പം ചെന്നിട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഞാൻ ഇന്നലെ അവിടെ നന്തൻകോട് അമ്മാവൻ്റെ വീട്ടിൽ ഇരുന്ന് റെഡിയാക്കിയതാണ്. ഇത്രയും സാധനങ്ങൾ നമുക്കിന്ന് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അയക്കാനുള്ളതാണ്. അപ്പോൾ ഇത് എൻ്റെ ഓഫീസ് റൂം. ഓഫീസ് റൂം എന്ന് പറഞ്ഞാൽ ശരിക്കും പൂജാമുറിയും ഓഫീസ് റൂമും വിളക്ക് കത്തിക്കുന്നതും എല്ലാം ഞങ്ങൾ ഇവിടെ. അപ്പോൾ ഇപ്പോൾ അവൻ വന്നു കഴിയുന്നുണ്ടെങ്കിൽ അവന് കിടക്കാനായിട്ട് സ്ഥലമില്ല. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മടക്ക് കട്ടിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഒന്നുകിൽ ആ ഓഫീസ് റൂം ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് അവിടെ അവനെ കിടത്താമെന്ന് വിചാരിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് ഒന്ന് മാറ്റി വെച്ചിട്ട്, ഈ സ്റ്റാൻഡ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ പോർഷനിലായിട്ട് ഇട്ടിട്ട് അവന് അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കിനി നേരെ കട്ടില് തിരക്കി ഒന്ന് പോവാം. ഇതിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത്, നേമത്ത് തന്നെ ഒരു കടയുണ്ട്. അപ്പൊ അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് തിരക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് നേമത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നേരെ ചാലയ്ക്ക് പോകേണ്ടി വരും. അപ്പൊ നമുക്ക് നേരെ കട്ടിലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാം. ഞാൻ ഫസ്റ്റ് കയറാൻ ഉദ്ദേശിക്കുന്ന കട എന്ന് പറയുന്നത് ദാണ്ട വെള്ളായണി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഈ കടയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ കയറി കണ്ട മെറ്റയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ മിക്കവാറും മടക്കേട്ടിൽ ഇരിപ്പുണ്ട് അവിടെ, കേട്ടോ. എന്നാലും ഞാൻ നോക്കിയിട്ട് അവിടെ മടക്കുകെട്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ജസ്റ്റ് അവിടെ കയറി കട്ടിലിന്റെ വിലയും കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് ഏത് മോഡൽ കട്ടിലാണെന്നൊക്കെ നോക്കണം എന്തായാലും. പക്ഷേ ഇത് ഒരു ചെറിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതുവഴി നേരെ അങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങ് പ്രാവച്ചമ്പലം ചെന്ന് തിരിഞ്ഞേ വരാൻ പറ്റുള്ളൂ. ഇവിടെ ക്രോസിംഗ് ഇല്ല. അപ്പൊ നമുക്ക് നേരെ പ്രാവച്ചമ്പലം ചെന്ന് തിരിഞ്ഞ് നമുക്ക് കടയിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ കടയിലെത്തി. ഇതാണ് കട. അപ്പോൾ നമുക്കിനി ഇറങ്ങി എന്തായാലും ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം. വെള്ളായണി ട്രേഡേഴ്സ് ഫർണിച്ചർ ആൻഡ് മെത്തക്കട. അപ്പം ഞാൻ കടയിൽ കയറി പുള്ളിക്കാരനോട് കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ മെത്തയല്ല കട്ടിലൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മടക്കുകെട്ടുകൾ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്തത്, സത്യത്തിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട്, ആ 2 മോഡൽ കണ്ടില്ലേ, ഒന്ന് നേരെ ഇരിക്കുന്നതും ഒന്ന് മടങ്ങിയിരിക്കുന്നതും. അപ്പം ആ മോഡല് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അതിന് അത്ര ബലമില്ല, കുറച്ചുകൂടെ ഭംഗിയുള്ളത്, കുറച്ചുകൂടെ ബലമുള്ളത്, ഭംഗിയല്ല ബലമുള്ളത് എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സംഭവം കൊള്ളാം കേട്ടോ. സത്യത്തില് ഇത് ഇരുമ്പിന്റെ ഇതിൽ മുകളിൽ പ്ലൈവുഡ് അടിച്ച് അതിൽ ഫോം ചെയ്തതാണെന്നാണ് പറഞ്ഞത്. ഫോമും കൂടെ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവമാണ്. സംഭവം കണ്ടിട്ട് നല്ല, പുള്ളി പറഞ്ഞത് സത്യമാണ് കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു മറ്റേതിനേക്കാളും നല്ല ബലമുണ്ട് കേട്ടോ. മറ്റേത് നമ്മൾ നൂത്തിട്ടിരുന്ന് കഴിയുമ്പം ചെറുതായിട്ട് കുഴിഞ്ഞു പോകും, കാരണം ഈ പ്ലാസ്റ്റിക് വരിഞ്ഞ സംഭവം അത്. ഇത് പക്ഷേ അടിപൊളി കേട്ടോ, നല്ലൊരു കട്ടില്. ഇത് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം കൊള്ളാം, നല്ല. ഇത് വളരെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും കണ്ടോ. നമ്മളിത് മടക്കി വെച്ചാലേ വളരെ ഒതുങ്ങിയിരിക്കും കണ്ടോ. അതാണ്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും എളുപ്പം കേട്ടോ.
നോക്കട്ടെ, ബാക്കി ഐറ്റംസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. എനിക്ക് എന്തായാലും ഈ കട്ടിൽ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ 2 മോഡൽ അവിടെ ഇരിപ്പുണ്ട്. ഇനി കളർ സെലക്ട് ചെയ്യണം. പിന്നെ ഞാൻ ഇതിന്റെ കൂട്ടത്തില് ഒരു മെത്തയും കൂടെ വേണം എന്ന് പറഞ്ഞു പുള്ളിയോട്. അപ്പം പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫോമിന്റെ മെത്തയുണ്ട്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഇത് പിന്നെ ഇത് പഞ്ഞിയിലുള്ള മെത്തയാണ്. അതാണ് കുറച്ചുകൂടെ കട്ടിലിന് നല്ലതെന്നാണ് പറഞ്ഞത്. കാരണം ഫോമിന്റെ ഇതിനെ ബലം കട്ടി കുറവ്, അപ്പോൾ അത് കിടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് സെലക്ട് ചെയ്ത് നോക്കട്ടെ ഏതാണ് ആവശ്യം എന്നുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഒരു തലയണയും കൂടെ വേണം. എല്ലാ മോഡലും എടുത്ത് നോക്കാം. അങ്ങനെ ഒരു തലയണയും കൂടെ റെഡിയായി കിട്ടി. അപ്പൊ ഇത് പുള്ളി പറയുന്നത് കട്ടിലിന് 2100 രൂപ, 2000 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അതേപോലെ മെത്തയ്ക്ക് 1000 സംതിങ് ആണ്. അത് 1000 രൂപയ്ക്ക് 1250 രൂപയ്ക്ക് ഫിനിഷ് ചെയ്തു. പിന്നെ 380 രൂപ, 1250 എന്നുള്ളത് പുള്ളി 100 രൂപ കുറച്ച് 1150 ആക്കി. പിന്നെ തലയിണയ്ക്ക് 450 രൂപ എന്നുള്ളത് 350 രൂപ. അപ്പം മൊത്തം കൂടെ 3500 രൂപ ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ഈസി ആയിട്ട് അത് കയറി ഇരുന്നില്ലേ. കട്ടില് കാറിനകത്ത് സുഖമായിട്ടിരുന്നു കേട്ടോ. പക്ഷെ മറ്റേ മോഡലൊക്കെ ആണെങ്കിൽ ഈ കാറിനകത്ത് ഇത്ര ഒതുങ്ങിയിരിക്കത്തില്ല കേട്ടോ, സത്യം. ഇത് എനിക്ക് നല്ല തൃപ്തിയായി. നല്ല ഒതുങ്ങി അകത്തിരുന്നോളും. നമുക്ക് യാത്രയൊക്കെ പോവാണെങ്കിലും കൊണ്ടുപോവാം. സൂപ്പർ. അപ്പൊ എന്തായാലും അടിപൊളിയായി കേട്ടോ. സത്യത്തിലും ഞാൻ ഉദ്ദേശിച്ചതിലും ഗ്രാൻഡ് ആയിട്ടൊരു സാധനമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അതുകൊണ്ടില്ലേ പുറകിലിരിപ്പുണ്ട്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സംഭവം ശരിക്കും നമുക്ക് യാത്രയിലൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ചുരുട്ടി വണ്ടി ചെയ്ത് വെച്ചിട്ട് പോവാം സുഖമായിട്ട്. ഞാൻ കാർ എടുത്തോണ്ട് വന്നതിന്റെ ഉദ്ദേശം തന്നെ ഈ മറ്റേതാണെങ്കിൽ എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു, ശരിക്കും നമ്മുടെ ബാക്കിലത്തെ സീറ്റ് കുറച്ച് മാറ്റുക, അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഒരു പക്ഷെ കയറുമെന്ന്. പക്ഷെ ഈ സാധനം കണ്ടില്ല, നമുക്ക് സീറ്റ് മാറ്റുക ഒന്നും ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ ഉദ്ദേശിച്ചതിലും പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടില. ഞാൻ ഈ പണ്ടത്തെ പ്ലാസ്റ്റിക് വരിഞ്ഞ കട്ടിലാണ് ഞാൻ ശരിക്കും ഉദ്ദേശിച്ച് വന്നത്. പക്ഷെ അതിലും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള തടി കൊണ്ട് ചെയ്ത, അല്ലെങ്കിൽ പ്ലൈവുഡ് കൊണ്ട് ചെയ്ത, ഫോം കൊണ്ട് ചെയ്ത, പ്ലൈവുഡിൽ ഫോം ഉപയോഗിച്ച് ചെയ്ത നല്ല കിടിലൻ സാധനമാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും എനിക്ക് തൃപ്തിയായി കേട്ടോ. മെത്തയും അതുപോലെ തന്നെ നമുക്ക് കണക്കൊപ്പിച്ച്, അതായത് ആ കട്ടിലിനനുസരിച്ച് കണക്കൊപ്പിച്ച് തന്നെ മെത്തയും കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഇത് വീട്ടിൽ കൊണ്ടുവിടാം. അതിനു മുമ്പ് എനിക്ക് പോസ്റ്റ് ഓഫീസിലൊന്ന് കാരണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഇന്നലെ പറഞ്ഞില്ലേ, ഈ ലെറ്ററും കാര്യങ്ങളും ഒക്കെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം വേണം നമുക്ക് വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ യാത്രയിൽ നമ്മൾ വന്ന കാര്യം സക്സസ് ആയി. അപ്പൊ ഇനി എന്തായാലും മോൻ വന്നാൽ മതി. എല്ലാ തയ്യാറെടുപ്പുകളും ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മറ്റന്നാവനെത്തും. ഇതാണ് നേമം പോസ്റ്റ് ഓഫീസ്. നമ്മുടെ ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ മെത്തയൊക്കെ വാങ്ങിച്ച കടയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ ആ സിഗ്നൽ അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ പോസ്റ്റ് ഓഫീസായി. അപ്പൊ നമുക്കിനി എത്രയും പെട്ടെന്ന് പിന്നെ ഈ ലെറ്ററുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഇട്ടതിന് ശേഷം വീട്ടിലോട്ട് പോവാണ്. ഇന്നിപ്പോൾ വേറെ 2-3 കൂട്ടം പ്രോഗ്രാമുകളുണ്ട്. അത് പക്ഷേ കൺഫേം ആയില്ല. കൺഫേം ആകുകയാണെങ്കിൽ ബാക്കി യാത്രകളുടെ ഞാൻ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ സ്പീഡ് പോസ്റ്റിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. നാട്ടിലെ ഇത്രയും റെസിപ്റ്റ് സ്പീഡ് പോസ്റ്റിന്റെ കിട്ടിയതാ. ഇനി നമുക്ക് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവരണം, കട്ടിലും മെത്തയും. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം ക്യാൻസലായി. എന്തായാലും എനിക്ക് പൂജപ്പുര വരെ പോകണമായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം ക്യാൻസലായി. വിളിച്ചപ്പം സാർ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് അടുത്ത പ്രോഗ്രാം പ്ലാൻ ചെയ്യാം. ഓക്കെ.
ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇന്ന് നമ്മുടെ മെത്തയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോട്ട് വന്നിരിക്കുകയാണ്. ദേവാനന്ദിന്റെ പിന്നെ മെത്തയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് റെഡി ആയിട്ട് എത്തിയിരിക്കുക. അയ്യോ, അപ്പോൾ ദേവാനന്ദിനെ സ്വീകരിക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓ പിന്നെന്താ, തന്നെ എടുക്കാൻ പറ്റും. അല്ല, ഇത് വലിയ വെയിറ്റ് ഉള്ളതല്ല ചാ, വലിയ വെയിറ്റ് ഇല്ലാത്തതാ. ഇതാണ് മെത്ത. എന്നാട്ടെ ഇത് ഇങ്ങോട്ട് വെച്ചിട്ടേ ഓരോന്നോരോന്നായിട്ട് എടുക്കുക. അയ്യപ്പോ, ഇനിയും കട്ടില്. ഇതിന് ഈ പറയത്തക്ക വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. വെയിറ്റും ഇല്ല, എന്നാൽ നല്ല ബലവുമാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇത് കണ്ടില്ലേ, സ്റ്റീലാ, അടിയിൽ സ്റ്റീലും മുകളില് പ്ലൈവുഡും ഫോമും. കണ്ടില്ലേ, ഇതിങ്ങനെ വെച്ചിട്ട് വെയിറ്റ് ഉണ്ട്. അല്ല, വെയിറ്റ് ഉള്ളത് കൊണ്ട് നല്ലതാ. കണ്ട ഇതിങ്ങനെ നോക്കുക. അത് ഈ കാലിന്റെ അടപ്പാ, അതിങ്ങനെ എടുത്തിട്ടേച്ചാ ബുഷാ. കണ്ട, കാലിന്റെ അവിടുത്തെ ബുഷാ കുറച്ച് കറക്റ്റായിട്ട് കയറിയോ. അതാ ഈ കാലിങ്ങനെ നോക്കുക. അയ്യോ, ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞേ, നല്ലതാ. കണ്ടില്ലേ, ഇതിങ്ങനെ തുറക്കുക, ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കുക. കണ്ട, അടിപൊളി. ആ ബുഷ് ഇത്തിരി ലൂസാ. അല്ല, നമുക്ക് ഇത്തിരി പശ വെച്ചൊട്ടിക്കാം, കുഴപ്പമില്ല. യെസ്. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? നമുക്കിതാ ഇത് അല്ല, മടക്കി വെക്കാവുന്നതിനേക്കാൾ കൂടുതൽ നല്ല ബലമുള്ളതാ. അപ്പൊ നമുക്കിപ്പോ രണ്ടുപേർക്ക് വേണമെങ്കിൽ കയറി ഇരുന്നാലും വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ മറ്റേത് പ്ലാസ്റ്റിക്കിന്റെ നോക്കിയായിരുന്നേ. മറ്റേ പ്ലാസ്റ്റിക്കിന്റെ നോക്കി കഴിയുമ്പോഴത്തേനും അതിന് ബലമില്ല. പ്ലാസ്റ്റിക്കിന്റെ മറ്റേ വരിഞ്ഞത്. അതെ 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 അതെ. അത് ഇരിക്കുന്ന വലിയ ബലമില്ല. നമുക്കത് ഇരിക്കുമ്പോഴേ അറിയാം, അങ്ങ് തൂങ്ങിപ്പോ. എന്തായാലും ഇത് നല്ല സൂപ്പറായി, സെറ്റായി. ഒരു തലയണയും കൂടെ അവന് വേണ്ടി വാങ്ങിച്ചു. കണ്ട, ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3500 രൂപ ആയത്. അതായത് 2000 രൂപ കട്ടിലിന്, 2000 രൂപ കട്ടിലിന് 1150 രൂപ മെത്തയ്ക്ക്. തലയണയ്ക്ക് എനിക്ക് തോന്നുന്നു 350 ആണെന്ന് തോന്നുന്നു. അപ്പം 350, 100, 450, 50, 500 കറക്റ്റ് 3500 രൂപയായി മൊത്തം അവനെ കിടക്കാനുള്ള സെറ്റപ്പ് റെഡി ആക്കിയപ്പോഴത്തേനും. അപ്പോ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.